ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന 84,000 രൂപ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് വിത്തൗട്ട് ഇൻകം പ്രൂഫ് എനിക്ക് കിട്ടിയ ലോണാണ്. ഓൾറെഡി ഞാൻ ഈ ആപ്ലിക്കേഷൻ്റെ അകത്തുനിന്ന് ഒരു തവണ ലോൺ എടുത്ത് ക്ലോസ് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് വീണ്ടും അപ്ലൈ ചെയ്തപ്പോൾ ഈ കാണുന്ന 84,000 രൂപ എനിക്ക് ഓഫറായിട്ട് വന്നിട്ടുള്ളത്. 5 ലക്ഷം രൂപ വരെയാണ് ഇവർ മാക്സിമം നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 36% വരെ ഇൻട്രസ്റ്റും 60 മാസം വരെ തിരിച്ചടവ് കാലാവധിയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ചെറിയൊരു പ്രോസസ്സിംഗ് ഫീസ് ഉണ്ടാകും. അത് നിങ്ങളുടെ ലോൺ എമൗണ്ട് അനുസരിച്ചിട്ടാണ് വരുന്നത്. വെറും ആധാർ കാർഡും പാൻ കാർഡും നിങ്ങളുടെ ഒരു സെൽഫി ഉപയോഗിച്ചിട്ടാണ് ഈ ആപ്ലിക്കേഷനിലൂടെ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അത്യാവശ്യം സിബിൽ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ലോൺ എടുക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ്റെ പേര് ലേസി പേ എന്നാണ്. RBI അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ലോൺ ആപ്ലിക്കേഷനാണിത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ലേസി പേ എന്നത് ഒരു പേ ലെറ്റർ ആപ്ലിക്കേഷൻ കൂടിയാണ്. നമുക്ക് 20,000-ൽ താഴെ വരുന്ന എമൗണ്ട് പേ ലെറ്റർ ആയിട്ടും കിട്ടും. ഇത് നമുക്ക് മൊബൈലിൽ റീചാർജ് ചെയ്യാനോ വീട്ടിലേക്കുള്ള ബില്ലുകൾ പേ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ആദ്യമായിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന 5 ലക്ഷത്തിൻ്റെ ലോൺ ഓഫർ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതിന് എക്സ്പ്രസ് ലോൺ എന്നാണ് പറയുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷൻ അവൈലബിൾ ആവുന്നതാണ്. എന്തായാലും എനിക്ക് കിട്ടിയ 84,000 രൂപയുടെ ഓഫർ എങ്ങനെ ബാങ്കിലേക്ക് മാറ്റണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പോൾ എക്സ്പ്രസ് ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതേപോലെ 84,000 രൂപയുടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 3,000 മുതൽ 84,000 രൂപ വരെയുള്ള ലോൺ സെലക്ട് ചെയ്യാൻ പറ്റും. ലോൺ സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള EMIയും താഴെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ എമൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ നിങ്ങൾക്ക് വേണ്ട ടെന്യൂർ കൂടെ സെലക്ട് ചെയ്യുക. EMI നിങ്ങൾക്ക് തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. എമൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എത്രത്തോളം പ്രോസസ്സിംഗ് ഫീസ് വരും എന്ന് താഴെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം എത്ര അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും, എത്ര EMI ആകും, എത്ര തിരിച്ചടയ്ക്കണം എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം താഴെ കൺഫേം EMI പ്ലാൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴെ ബാങ്ക് ആഡ് ചെയ്യാനാണ് പറയുന്നത്. ബാങ്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് സെലക്ട് ചെയ്തിട്ട് മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പായ സൈൻ യുവർ എഗ്രിമെൻ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ശേഷം അടുത്ത മാസം മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് EMI ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആവുന്നതാണ്. അക്കൗണ്ടിലേക്ക് ഫണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മാക്സിമം 24 മണിക്കൂറിനുള്ളിലാണ് ക്രെഡിറ്റ് ആവുന്നത്. അത്യാവശ്യം സിബിൽ സ്കോർ ഉള്ളവർക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ലോൺ എടുക്കാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.